നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കാറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നബിചരിത്രങ്ങളിലെ ബാക്കി ഭാഗങ്ങളാണ്. നമ്മൾ സ്വാലിഹ് നബിയെ പറ്റിയാണ് പറഞ്ഞു തീർത്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇബ്രാഹിം നബിയെക്കുറിച്ചാണ്. ഇബ്രാഹിം നബിയുടെ കഥ പറയുമ്പോൾ ഇബ്രാഹിം നബിയാണ് മക്ക പുനർനിർമ്മിച്ചത് എന്നാണ് സത്യത്തിലെ കഥ. പക്ഷെ അതിനു മുമ്പ് മക്ക ആരാണ് നിർമ്മിച്ചത് എന്നൊന്നും വ്യക്തമായ ഒരു രൂപമില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇബ്രാഹിം നബിയുടെ കാലത്തും ഫറോവ ചക്രവർത്തിമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഫറോവ ഒന്നാമൻ, ഫറോവ രണ്ടാമൻ എന്നിങ്ങനെയുള്ളൊരു സെക്ഷനായിട്ടുള്ള ഭരണമായിരുന്നു അക്കാലത്ത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫറോവമാരുടെ പതനം മറ്റൊരു പ്രവാചകനിലൂടെ അള്ളാഹു സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. അതായത് ഇബ്രാഹിം നബിക്ക് ഏറ്റുമുട്ടാനുണ്ടായിരുന്ന പ്രധാന കഥാപാത്രം നമ്രൂദായിരുന്നു. മൂസ നബിക്ക് ഫറോവയും അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഫറോവ രണ്ടാമൻ, ഫറോവ മൂന്നാമൻ, ഫറോവ ഒന്നാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാലഘട്ടമാണ്. ഫറോവ അടക്കി ഭരിക്കുകയാണ് ഈജിപ്ത് ഒന്നാകെ. പക്ഷെ അപ്പോഴൊന്നും അവിടെ ഇസ്ലാമില്ല എന്നത്. ഇനി നമുക്ക് ഇബ്രാഹിം നബിയുടെ കഥയിലേക്ക് കിടക്കാം. ഇറാഖിനെ കുറിച്ച് ലോക സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് പറയാം. ഇറാഖിൻ്റെ പഴയ പേര് ബാബിലോൺ എന്നായിരുന്നു. അവിടെ ഊർ എന്നൊരു പട്ടണമുണ്ടായിരുന്നു. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചതും വളർന്നതുമൊക്കെ. സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക രംഗത്തും വളരെയേറെ പുരോഗതി നേടിയ ഒരു ജനതയായിരുന്നു ഊർ നിവാസികൾ. അക്ഷയവിധ കണ്ടുപിടിച്ചതുപോലും അവരാണ്. വിഗ്രഹാരാധനയിലും അന്ധവിശ്വാസത്തിലും ആണ്ടുകിടന്നിരുന്നൊരു മഹാജനതയാണ് ഇവർ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ആദിയായവയെല്ലാം അവരുടെ ആരാധ്യ വിഷയങ്ങളായിരുന്നു. രാജാവാണെങ്കിൽ കൺകണ്ട ദൈവവും. ഊർനമ്മോ എന്നായിരുന്നു അവർ രാജാവിന് നൽകിയിരുന്ന സ്ഥാനപ്പേര്. അറബിയിൽ അത് നമ്രൂദ് എന്ന് പറയപ്പെടുന്നു. ഊറിൻ്റെ നാഥൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിതാവ് ഒരു പൂജാരിയും പ്രധാന പുരോഹിതനുമായിരുന്നു. അങ്ങനെ ഒരു നാൾ സമൂഹം വെച്ചു പുലർത്തിയിരുന്ന ആരാധനാ രംഗങ്ങളൊക്കെ തെറ്റായ ഒരു രീതിയാണെന്ന് ആദ്യമായി ഇബ്രാഹിം നബി മനസ്സിലാക്കുകയും
ജനങ്ങളെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുന്ന രീതിയിൽ തൻ്റെ പ്രബോധനം അവിടെ ആരംഭിക്കുകയായിരുന്നു. ജനങ്ങൾ പലവിധങ്ങളിലായിരുന്നു. ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ നാഥൻ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രമാണെങ്കിൽ എൻ്റെ നാഥൻ ചന്ദ്രനായിക്കോട്ടെ എന്ന്. പിറ്റേന്ന് ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, ചന്ദ്രനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ചന്ദ്രൻ സ്ഥായിയായ ഒരു ദൈവമല്ല, അതുകൊണ്ട് നാളെ മുതൽ എൻ്റെ ദൈവം സൂര്യനാണ് എന്ന്. അങ്ങനെ സൂര്യനും സ്ഥിരതയില്ലാത്തപ്പോൾ സൂര്യനെ ചൂണ്ടി ജനങ്ങളോട് ഇബ്രാഹിം നബി പറഞ്ഞു, സൂര്യനും സ്ഥിരത കാണുന്നില്ല, അതുകൊണ്ട് ഞാനതിനെ ഉപേക്ഷിച്ചു. അങ്ങനെ ജനങ്ങൾക്ക് ഏറെക്കുറെ അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ ഈ പ്രചാരണം ആരംഭിച്ചപ്പോൾ അത് നമ്രൂദ് രാജാവിന് പോലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇറാഖിലെ ജനങ്ങൾക്ക് സത്യമാർഗം കാണിച്ചു കൊടുക്കുക ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ബാധ്യതയായിത്തീരുകയാണ്. അദ്ദേഹത്തെ നബിയായി നിയോഗിച്ചു. ഒരു ധീര വിപ്ലവകാരിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ കാണുന്ന പല അനാചാരങ്ങളെയും എതിർക്കുകയുണ്ടായി. അങ്ങനെ അവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതെന്താ വെച്ചാൽ, ഞങ്ങൾ പൂർവികന്മാർ ആരാധിച്ചു വന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളും പിന്തുടരുകയാണ് എന്നാണ്. അതിൽ നിങ്ങൾക്കെന്താണ് ഛേദം എന്ന് വരെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. അതൊന്നും തന്നെ അള്ളാഹുവിൻ്റെ കഴിവിന് അനുസരിച്ചുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ ഊരിലെ ജനങ്ങളെല്ലാം ഏതോ ഒരു ഉത്സവത്തിന് പോവുകയും ഈ തക്കം നോക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മഴുവുമായി ക്ഷേത്രത്തിനുള്ളിൽ കടക്കുകയും അവിടെയുള്ള വിഗ്രഹങ്ങൾ മുഴുവൻ തച്ചുകൊടുക്കുകയും ഒന്നിനെ മാത്രം ബാക്കി വെക്കുകയും ചെയ്തു. ഈ ബാക്കി വെച്ച വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കോടാലി തൂക്കിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് സ്ഥലം വിടുകയാണ് ചെയ്തത്. ജനങ്ങളെല്ലാം ഊരിൽ തിരിച്ചെത്തിയതിന് ശേഷം വിഗ്രഹങ്ങൾ തവിടുപൊടിയായി കിടക്കുന്നതാണല്ലോ കണ്ടത്. ഉടൻ തന്നെ ഇബ്രാഹിം ആയിരിക്കും ഇതിന് പിന്നിലെന്ന് അവർ നമ്രൂദ് രാജാവിനെ അറിയിച്ചു. ഉടൻ തന്നെ ഇബ്രാഹിം നബിയെ പിടിച്ച് കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയും പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഈ ഒറ്റക്ക് നിൽക്കുന്ന വിഗ്രഹം എല്ലാം കണ്ടു കാണും. അപ്പോൾ ആ വിഗ്രഹത്തിനോട് ചോദിച്ചാൽ പോരെ നിങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ, ആ വിഗ്രഹം മറുപടി പറയുമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇത് കേട്ട് സുബിതനായിട്ടുള്ള നമ്രൂദ് പറഞ്ഞു, ഇവിടെ വിഗ്രഹങ്ങൾ നാട്ടാൻ പറഞ്ഞതും ആരാധിക്കാൻ പറഞ്ഞതും ഞാനാണ്. ആ വിഗ്രഹം കഴിഞ്ഞാൽ ഞാനാണ് ദൈവം, അല്ലെങ്കിൽ ആദ്യത്തെ ദൈവം ഞാനാണ്. ഇവിടെ ആര് മരിക്കണം ആര് ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നതും ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് നിന്നെ തീയിലിട്ട് കൊല്ലാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കെട്ടിപ്പൊക്കി വലിയ തീക്കൂണ്ടാരത്തിലേക്ക് എറിയുകയാണ് ചെയ്തത്. എന്നാൽ തീ ആളിക്കത്തുകയും ആ തീക്കുണ്ടാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് ഒരു പൂവാടിയാക്കി കൊടുത്തു എന്നാണ് ചരിത്രം. അവിടുന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇബ്രാഹിം നബി അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്നും
മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ട ഇബ്രാഹിം നബിയെ പിടികൂടാൻ അവർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് ഈ കഥ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബാക്കിയുണ്ടാവും. ഇതിൻ്റെ 2ാം പാർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ എന്തെല്ലാം പങ്കു ചേർക്കുന്നുണ്ടോ അതൊന്നുമായും എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതിൽ നിന്നെല്ലാം ഞാൻ തീർത്തും വിട്ടുനിൽക്കുകയാണ് എന്നാണ് ഇബ്രാഹിം നബി ആളുകളോട് പറഞ്ഞത്. ശേഷം രാജാവിനെ വെല്ലുവിളിച്ച കുറ്റത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവർ പിടിച്ച് തീയിലിടാൻ കാരണമുണ്ടായത്. നിങ്ങളുടെ നാഥൻ നിങ്ങൾ അത്ര വലിയ ആളാണെങ്കിൽ കിഴക്കുണരുന്ന സൂര്യനെ പടിഞ്ഞാറ് ഉദിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു വിദ്യാഭ്യാസപരമായൊരു ചോദ്യം നമ്രൂദ് രാജാവിനോട് ചോദിച്ചത്. അതാണ് അയാളിലുള്ള ഞാൻ എന്നുള്ള ഭാവത്തെ ഇളക്കിയുണ്ടാക്കാൻ കാരണമായതും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ട് കൊല്ലാൻ തീരുമാനിച്ചു. എങ്കിൽ കൊല്ലാൻ പറ്റിയോ? അതുമില്ല. കാരണം പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എക്കാലത്തും രക്ഷിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അയാൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വെറുതെ വിട്ടാൽ സ്വന്തം ആധിപത്യത്തിന് അപകടമാവും എന്നാണ് അയാൾ മനസ്സിലാക്കിയത്, ഈ നമ്രൂദ് രാജാവ്. ജനങ്ങളെല്ലാം ഇതിലൊന്നും ഒരു കാര്യമില്ല, ഈ പൊട്ടത്തരം പറയുന്നതിൽ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ചുട്ടുകൊല്ലുക എന്ന തീരുമാനം ഉണ്ടായത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ ദീനും അംഗീകരിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന കുറ്റത്തിന് തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അവിടുന്ന് നാടുവിടുകയാണ്. അപ്പോൾ ആദർശം സംരക്ഷിക്കുകയും അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാനുമായിട്ട് ആ വിപ്ലവകാരി കൈവരിച്ച ത്യാഗം എക്കാലത്തും സത്യവിശ്വാസികൾക്ക് മാതൃകയാണ്. അപ്പോൾ നമ്മൾ കേട്ടത് ഇബ്രാഹിം നബിയുടെ കഥയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി ഭാഗം മറ്റൊരു എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.